നമ്മൾക്കിനി കൊല്ലം ജില്ലയിലേക്ക് പോകാം. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിട്ട് ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് രാജീവ് ചേരുന്നു. രാജീവ്, ഒരു വിദേശ വനിത പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിന് എന്തെങ്കിലും തുടർച്ചയുണ്ടായിട്ടുണ്ടോ ഇന്ന്? ഗുഡ് മോർണിംഗ് എം.എസ്. ഇന്ന് കഴിഞ്ഞ ദിവസം വിദേശ വനിതയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. ഇന്ന് ഏതാണ്ട് ഉച്ചയോടെ കരുനാഗപ്പള്ളി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നിവിടെ പ്രധാനമായും മന്ത്രി കെ.എൻ. ബാലഗോപാൽ എത്തുന്നുണ്ട്. അദ്ദേഹം അല്ല, കേരള മന്ത്രി ഗവൺമെന്റ് ബാലഗോപാൽ എത്തുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ രണ്ടുപേർ ആണല്ലോ അല്ലേ പ്രതികൾ? അവരുടെ പേര് എന്താണ്? ആ പരാതിക്കിടയാക്കിയ സംഭവം എന്നൊക്കെ ഒന്ന് വിശദമാക്കാമോ? നിഖില്, ജയൻ എന്നിവരെയാണ് പിന്നെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവർ വിദേശത്തു നിന്ന്, അതായത് അമേരിക്കയിൽ നിന്നും അമൃതാനന്ദമയി മഠത്തില് കഴിഞ്ഞ 8 ദിവസം മുമ്പ് എത്തിയ വിദേശ വനിതയെ അവിടുത്തെ അന്തേവാസിയായി നിൽക്കുകയായിരുന്നു. അവർ ഈ 8-ന് തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇവർ സമീപത്തുള്ള ബീച്ചിലിരുന്നത്. ആ സമയത്ത് ഈ പ്രതികൾ ഇവരെ സമീപിക്കുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവരെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം മദ്യം നൽകി അബോധാവസ്ഥയിലായ ശേഷം അവരെ പീഡിപ്പിച്ചു എന്നായിരുന്നു ഇവർക്കെതിരെയുള്ള കേസ്. അത് ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം വീണ്ടും ഇവരെ ബീച്ചിന്റെ സമീപത്ത് ഇറക്കി വിടുകയായിരുന്നു. തിരികെ മഠത്തിലെത്തിയ വിദേശ വനിത അവിടെ പരാതി നൽകുകയും ഉടൻ തന്നെ മഠം അധികൃതർ ഇവരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. ഇതിനെ തുടർന്നാണ് ഈ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ രണ്ടും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു. ഇന്ന് തന്നെ കോടതിയിൽ ഇന്നലെ ഹാജരാക്കുമെന്നാണ് ആദ്യം പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് തന്നെ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞത്, രാവിലെ പറഞ്ഞിട്ടുള്ളത്. അല്ലേ രാജീവ്, ഈ രണ്ട് പ്രതികളും അവരെ ഒറ്റ വിലങ്ങിൽ അങ്ങനെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ജന്മനാ ക്രിമിനലുകളാണ് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. രണ്ടുപേരും നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ആ ഒരു ഭാവമാണ് അവരുടെ മുഖത്ത് കാണുന്നത്. നിഷ്കളങ്കരെ പോലെയാണ് അവരുടെ നിൽപ്പ് എന്ന് പറയുന്നത്. ഇവർ ഈ പറയുന്ന വിദേശ വനിതയുമായിട്ട് ബന്ധം സ്ഥാപിച്ച്, സൗഹൃദം സ്ഥാപിച്ച് ഒക്കെ ഈ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷകളിൽ അവർ വിദഗ്ധരായിരിക്കാൻ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായും കുറെയൊക്കെ ആ പ്രദേശത്തുള്ളവർക്ക്, വിദേശികൾ അവിടെ വരുന്നത് മൂലം തന്നെ കുറെ ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിന് പ്രാവീണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവിടെ മിക്കവാറും വിദേശികളാണ് അമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അവിടെ ഉള്ളവർക്ക് ചെറിയ ചെറിയ ഇംഗ്ലീഷ്, ഈ പറയുന്ന മദ്യത്തിന്റെ കാര്യത്തിനും അതിനൊന്നും വലിയ ഇംഗ്ലീഷ് വേണമെന്നില്ല. ചിലപ്പോൾ ചോദിച്ചതും അവർ സൗഹൃദം കൂടി പോയതുമായിരിക്കാം. വലിയ സൗഹൃദം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാമല്ലോ ഇവര് പരാതിയും പറഞ്ഞത്. അന്നേരം ആ അബോധാവസ്ഥയിലാക്കിയതിനു ശേഷമാണ് ഇവരെ പീഡിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും കുറച്ചൊക്കെ അവർ സംസാരിക്കുന്നവരായിരിക്കാം. കൊല്ലം ജില്ലയിൽ ഇന്ന് മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകൾ സംഭവിക്കാനിരിക്കുന്നുണ്ടോ? ബനേഷ്, ഇന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാല് ഇവിടെ എത്തുന്നുണ്ട്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം എത്തുന്നത്. എന്നാൽ ഈ സമയം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സ്പീക്കർ ഷംസീർ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കും. കാണുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. ചിലപ്പോൾ കാണാൻ പ്രതികരിക്കില്ല എന്നാണ് അറിഞ്ഞത്. ചിലപ്പോൾ പ്രതികരിച്ചേക്കാം. രാജീവിന് കെ.എൻ. ബാലഗോപാലിനോട് സംസാരിക്കാനും ചോദ്യം ചോദിക്കാനുമുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഈ വിഷയത്തിൽ എന്ത് ചോദ്യമായിരിക്കും വളരെ ഷാർപ്പായിട്ട് ചോദിക്കുക? തീർച്ചയായും ഈ സംഭവം തന്നെയാണല്ലോ ഷംസീറിന്റെ വിഷയത്തിൽ ഷംസീർ പ്രതികരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ NSSന്റെ നിലപാടും ഈ ശാസ്ത്രമാണോ വിശ്വാസമാണോ വലുതെന്ന ചോദ്യത്തിന് താങ്കളുടെ അഭിപ്രായം തന്നെയായിരിക്കും നമ്മൾ ആദ്യം ചോദിക്കുക. പുള്ളിയുടെ മറുപടി അനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ ബാക്കി